ഹലോ, ഇന്ന് നമുക്ക് കോവയ്ക്ക എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോവയ്ക്കയുടെ 2 സൈഡും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. നീളത്തിലങ്ങ് കീറിയെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്കതും കൂടി കോവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ ഉപ്പിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കോവയ്ക്ക അങ്ങനെ പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തൊരു വെജിറ്റബിൾ ആയതുകൊണ്ട് കുറച്ച് വിനാഗിരിയും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി അത് ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഇതിങ്ങനെ ഇതിപ്പം ഞാൻ ഈ തിളച്ച വെള്ളമാണ് ഈ കോവയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇങ്ങനെയല്ല, കോവയ്ക്ക നമുക്കൊന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പുവെള്ളം തണുപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ കോവയ്ക്കയിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഈ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ കോവയ്ക്കയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഒരു വീക്ക്നെസ് ആയിപ്പോയി, അതുകൊണ്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.